അപകടകരമായ സ്ഥിതി ഉണ്ടായിരുന്നിടത്ത് ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തേവര കുണ്ടന്നൂർ മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായതിന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ കേട്ടത്. കുഴികളടയ്ക്കേണ്ട ദേശീയപാത അതോറിറ്റി ഈ കാണുന്ന കുഴികളൊക്കെ കാണാത്ത മട്ടാണ്. മുമ്പ് മന്ത്രി ഇടപെട്ടിട്ടും തേവര കുണ്ടന്നൂർ മേൽപ്പാലത്തിലെ മരണക്കുഴികൾക്ക് ശാപമോക്ഷമില്ല. ഒരാഴ്ച മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയിട്ട് പോയെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ കാണുന്ന കുഴി പിന്നെ എങ്ങനെ വന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. മഴക്കുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എസ്റ്റിമേറ്റും ഒക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞാൽ എന്നിട്ടും ചെയ്തിട്ടില്ല. ഇത്ര ആക്സിഡൻ്റാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ? ഓരോ ജീവനൊരു ആൾക്കാരുടെ വിലയില്ലാത്ത രീതിയിലാണ് ഇതിൽ ചെയ്യുന്നത്. റോഡ് പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ച് പോവുക. 1.700 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ ഏതാണ്ട് നടുഭാഗത്താണ് ഞാനുള്ളത്. ഈ കാണുന്നത് പോലെ ഒരു കുഴി വെട്ടിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ തൊട്ട് മുമ്പിൽ അടുപ്പിച്ചടുപ്പിച്ച് നിരനിരയ കുഴികളാണ്. 2, 7. ഇതുകൊണ്ടും തീർന്നില്ല, അങ്ങോട്ട് നിരന്ന് കിടക്കുകയാണ് കുഴികള്. ഞാൻ കൊച്ചിനെങ്ങോട്ട് വളരെ സ്ലോയിലാണ് പോണത്. പേടിച്ച് കുറച്ചാ പോണത്. ഒരു മാറ്റമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി അത്രയും ബുദ്ധിമുട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുക ഇവിടെ. അപകടം ഈ കഴിഞ്ഞ ആഴ്ച 2 പേര് ഇവിടെ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. ഇന്നലെ ഉണ്ടായി ഇവിടെ. എണ്ണാൻ നോക്കിയിട്ട് മടുത്തു. 100-ലേറെ കുഴി. വണ്ടി കയറിക്കോ, ഞാൻ വണ്ടി കാണിച്ചു എത്ര കുഴിയുണ്ടെന്ന് ഇവിടെ കാണിച്ചു തരാം. ഫുട്പാത്തും പോയി കിടക്കുക കംപ്ലീറ്റ്. റോഡിലൂടെ പോയാൽ കുഴിയുടെ അവസ്ഥ തന്നെ കാണാം. 100-ൽ കൂടുതൽ കുഴിയുണ്ട് പാലത്തിൽ. ഇവിടെ തുടങ്ങിയ കുഴി. അതെ, സ്റ്റാർട്ട് ചെയ്യും. 1, 2. ഇപ്പൊ 3, 4, 5, 10 കുഴി. 10 കുഴി. 25. 47, 48, 49, 50. ചെറുത് വിട്ട് 70 കുഴി ഒരു 1 സൈഡ് മാത്രം. എനിക്കും 75, 76, 77, 78, 79, 80 ഇത് 99, 100, 101, 102, 103, 117, 118, 119, 127, 128. തേവര കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ ഞങ്ങൾ എണ്ണിയത് 130 കുഴിയാണ്. ചെറിയ കുഴികൾ ഞങ്ങൾ വിട്ടു. മഴയത്ത് ഈ കുഴികൾ കാണാൻ പോലും കഴിയില്ല. അതാണ് ആളുകളുടെ ജീവനെടുക്കുന്ന മരണക്കുഴിയായി തേവര കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.